ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഈ സൈക്കിള് നമുക്ക് കാറിൽ കൊണ്ടുപോകാം. ഇപ്പോൾ ഒരുപാട് പേര് സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് സൈക്കിള് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കാറിൽ കൊണ്ടുപോകണം. അപ്പോൾ സിമ്പിളായിട്ട് സൈക്കിൾ നമ്മുടെ കാറിൽ ഹാങ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ളൊരു സ്റ്റാൻഡാണത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണത് ഫിക്സ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ശരിക്കും നമ്മുടെ നോർമൽ കാറിൽ ഈ ഒരു സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുമ്പോൾ ആ കാറിനുണ്ടാകുന്ന റോഡ് പ്രസൻസും പിന്നെ ഈ സൈക്കിൾ ഹാങ് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ ശരിക്കും വേറെ ലെവലാണ്. ശരിക്കും എത്ര ചെറിയ കാറാണെങ്കിലും നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് ഫിക്സ് ചെയ്യാനും റിമൂവ് ചെയ്ത് വെക്കാനും ഭയങ്കര സിമ്പിളാണ്. ക്യാരി ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും ഒരുപാട് ഡേഞ്ചറായിട്ടോ അല്ലെങ്കിൽ സൈക്കിൾ വീണ് പോകുന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. നല്ല സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ നല്ല കംഫർട്ടബിളാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. മാത്രമല്ല, മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുമ്പോൾ വണ്ടിക്ക് ഉണ്ടാകുന്ന ഒരു റോഡ് പ്രസൻസ്, മറ്റുള്ളവരുടെ ശ്രദ്ധ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് പേരുടെ ശ്രദ്ധ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റിങ്ങും കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഈ സാധനം, ഈ ഒരു സൈക്കിൾ സ്റ്റാൻഡും സൈക്കിളും നമ്മൾ ഇന്ന് ഫോക്സ്വാഗൻ പോളോയിലാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വീട്ടിൽ വണ്ടിയൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോകാം കേട്ടോ. 2011 മോഡൽ ഫോക്സ്വാഗൻ പോളോ ട്രെൻഡ് ലൈനാണ് എടുത്തത്. പക്ഷേ കുറച്ച് സിമ്പിളായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഈ ഒരു ബ്ലാക്ക് കുറച്ചുകൂടി ഒരു പിയാനോ ഫിനിഷിംഗ് ആക്കി ഇതൊന്ന് ഡീക്രോം ചെയ്തു. അതുപോലെ തന്നെ ഈ ലിപ്പും കാര്യങ്ങളും വെച്ചു. മാത്രമല്ല ടയേഴ്സും അലോയ് വീൽസും നമ്മൾ എടുത്തതിന് ശേഷം എക്സ്ട്രാ ചെയ്തതാണ്. ഈ അലോയ്സ് അപ്രോക്സിമേറ്റ് 30,000 കോസ്റ്റിൻ്റെ ഡ്യുവൽ ടോണാണ് വരുന്നത്. കുറച്ചുകൂടി ഡ്രൈവ് ടൈമിൽ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ടയേഴ്സ് നമ്മൾ യോക്കോഹാമ ഇട്ടത്. കാരണം ആ പ്രൊഫൈലും ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഈ ഒരു ത്രെഡിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് യോക്കോഹാമയാണ് ആപ്റ്റായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മളൊരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മാറ്റ് ബ്ലാക്കിൽ നമ്മളൊരു സിമ്പിൾ സ്റ്റിക്കറിങ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലോങ് വ്യൂവിൽ നല്ല അട്രാക്റ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ റൂഫ് ടോപ്പ് നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിനകത്ത് പിന്നെ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബമ്പർ കിറ്റാണ്. ശരിക്കും ഇത് ഡമ്മിയാണെന്നുണ്ടെങ്കിലും കുറച്ച് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ബാക്ക് വ്യൂ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഈ ഒരു ഫിറ്റിങ്സിന് പറ്റുന്നുണ്ട്. ശരിക്കും സിമ്പിളായിട്ട് ഒരുപാട് കോസ്റ്റ് മുടക്കാതെ അലോയ് വീൽസ് ഒഴിച്ച് ബാക്കിയുള്ള സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള മോഡിഫിക്കേഷൻസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്കാണ്, ഈ പോളോയിലേക്കാണ് നമ്മൾ സൈക്കിൾ സ്റ്റാൻഡും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കിൽ വരുന്നൊരു വ്യത്യാസം കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മളിപ്പോൾ ഇത് ഹോൾഡ് ചെയ്യുന്നത് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇവിടെ നമ്മുടെ ഗ്ലാസ്സിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മുടെ ബോഡിയിലുമാണ് ഹാങ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു ഭാഗത്താണ്, ഈ താഴ്ഭാഗത്താണ് വെയിറ്റ് കൂടുതൽ വരിക. ഇതൊരു ജസ്റ്റ് സപ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രമാണ്. മാത്രമല്ല തിക്കായിട്ടുള്ള ഫോമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഗ്ലാസ് പൊട്ടിപ്പോകുന്നുള്ള ഇഷ്യൂസൊന്നും അങ്ങനെയുള്ള ടെൻഷൻസൊന്നും വേണ്ട. പിന്നെ ഉള്ളത് ഇതിൻ്റെ വെയിറ്റ് ബാലൻസിങ് മുഴുവനും വരുന്നത് ഈ കാണുന്ന ഈ ടാഗുകളിലാണ് ഫുള്ളായിട്ടുള്ള വെയിറ്റ് ബാലൻസിങ് വരുന്നത്. ടാഗുകൾ എല്ലാ ഭാഗത്തും നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ സൈക്കിളിൻ്റെ ടോട്ടൽ വെയിറ്റ് നമ്മൾ എല്ലാ ഭാഗത്തേക്കും, അതായത് ഈ ബൂട്ട് ഡോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഗ്ലാസ് പൊട്ടിപ്പോവോ, ഇവിടെ ബെൻഡാവോ, അത്തരത്തിലുള്ള ടെൻഷൻസോ, ഇത് നമ്മൾ ശരിക്കും കട്ട് ചെയ്ത് ഓടിക്കുമ്പോഴോ കുറച്ച് ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴോ ഇത് താഴെ വീഴുമെന്നുള്ള ടെൻഷൻസൊന്നും വേണ്ട. നല്ല സേഫാണ്. പിന്നെ ഫിറ്റിങ്സ് കാര്യങ്ങൾ കാണിച്ചു തരാം. കറക്റ്റ് ഇത് സെൻറ്റർ ചെയ്യണം ഫസ്റ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു അളവിൽ വെച്ചിട്ടാണ് നമ്മളിത് സെൻറ്റർ ചെയ്യുന്നത്. ഇതിപ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള ലെങ്ത്തും കറക്റ്റ് സെൻറ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു ഹുക്ക് ഇവിടെ, ഇത് ഫൈബർ കോട്ടഡ് ആണ്. ഒരിക്കലും നമുക്ക് സ്ക്രാച്ചസ് കാര്യങ്ങൾ ഉണ്ടാക്കില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ, ഈ ബൂട്ട് ഡോറിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ സ്പോയിലറിൻ്റെ ഈ ഒരു ഗ്യാപ്പിലേക്ക്
നമ്മളിട്ട് ഹാങ് ചെയ്തു. അതിനുശേഷം നമുക്കിത് ലോക്ക് ചെയ്യണം. ഈ ലോക്ക് ഇവിടെ 2 ലോക്കാണുള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് ഈ ഒരു സംഭവം ഈ ഒരു ഹാൻഡിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു അലൈൻമെൻറ്റ്, അതായത് ചില വണ്ടികൾക്ക് ഇത് നീളം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് അലൈൻ ചെയ്യാനാണ് ഈ ഒരു ഫിറ്റിംഗ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിന് നമ്മൾ ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഗ്രിപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ ഒരു കട്ടിങ് കണ്ടില്ല, ഈ കട്ടിങ്ങുകൾ തമ്മിലുള്ള ജോയിൻ്റ് ആണ്. ശരിക്കും ഒരിക്കലും ഇതൊരു സ്ഥാനചലനം അല്ലെങ്കിൽ ലൂസായി പോകാനുള്ള ചാൻസസ് ഒട്ടും ഇല്ലാതെ തന്നെയാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. ഈ 2 ടീത്തിൻ്റെ ഇടയിലേക്കാണ് ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ കയറി ടൈറ്റ് ആവുന്നത്. പിന്നെ ഇത് നമ്മൾ ആ ഫിക്സ് ചെയ്യുന്ന അലൈൻമെൻറ്റിൽ നിന്ന് ഒരിക്കലും ഒരു ചേഞ്ച് ഇതിന് വരില്ല. അപ്പോൾ നമ്മൾ നേരത്തെ മറ്റേ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനും നമ്മൾ ഇവിടെ ഹാങ് ചെയ്യാൻ പോകണം. അപ്പോൾ ലെങ്ത്ത് നമ്മൾ ഏകദേശം നോക്കി, ആ ലെങ്ത്ത് അനുസരിച്ച് നമ്മളിവിടെ ഹാങ് ചെയ്തു. നമുക്ക് സെൻറ്ററിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ അതനുസരിച്ചിട്ട് ഈ ഒരു ഭാഗം സെൻറ്റർ ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഒരു ഫിക്സിങ്ങിൻ്റെ ഫസ്റ്റ് ഭാഗം കഴിഞ്ഞു. കാരണം ഇനി നമുക്കുള്ളത് ഈ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അല്ലെങ്കിൽ നമുക്കിതൊരു ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെരിവോ പിന്നെ ഈ ടാഗുകളുടെ ഒരു ഭംഗിയൊന്നും നമുക്ക് കറക്റ്റ് കിട്ടില്ല. ശരിക്കും ടാഗൊക്കെ നല്ല ഭംഗിയായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ വരുന്ന ജസ്റ്റ് പ്രസ്സിങ് ആണ് വരുന്നത്. ഈ ടാഗ് നമ്മൾ ഇവിടുത്തെ ടാഗ് പെർഫെക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ലൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ കണ്ടില്ലേ, പൊസിഷൻ ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് വലിച്ച് ടൈറ്റ് ചെയ്യേണ്ട ടൈറ്റ് നമ്മൾ സ്കൂൾ ബാഗൊക്കെ ചെയ്യുന്ന അതേ പൊസിഷൻ നല്ല കറക്റ്റ് ടൈറ്റിൽ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഈ സൈഡിലുള്ള അലൈൻമെൻറ്റുമാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇത് കുറച്ച് ലൂസ് ചെയ്തു. ഇത് കുറച്ച് ലൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കറക്റ്റാക്കി കൊടുത്തു. അതിനുശേഷം വീണ്ടും ടൈറ്റ് ചെയ്തു. പിന്നെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് പ്രസ് ചെയ്യുക, ടാഗ് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ടാഗ് ഓൾമോസ്റ്റ് നല്ല ടൈറ്റിൽ ഫിക്സ് ആയിട്ടുണ്ട്. ഫസ്റ്റ് മോൾ ഭാഗം ഫിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് ഫിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ താഴേക്കുള്ള ക്ലിപ്പിംഗ് ആണ്. താഴേക്കുള്ള ക്ലിപ്പിങ്ങിൻ്റെ ഈ ഒരു ഹോൾഡർ കണ്ടില്ലായിരുന്നു. ഇനി താഴേക്കുള്ള ഫിറ്റിങ്സായി ചെയ്യുന്നത് താഴേക്ക് നമ്മൾ നേരത്തെ മുകളിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഹുക്ക്, അതായത് ഈ ഒരു ഹുക്ക് നമ്മുടെ ബൂട്ട് ഡോറിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് കയറ്റി കൊടുക്കുക. അതവിടെ ഫിക്സ് ആവും. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നുള്ള ടാഗ് ലൂസാക്കാം. നമ്മൾ ഈ ഒരു സ്ട്രിങ് ടൈറ്റ് നമുക്ക് കിട്ടണം കേട്ടോ. ഇതിന് ഈ മുകളിൽ നമ്മൾ ഗിറ്റാറിൻ്റെ ഒക്കെ ആ സ്ട്രിങ് ടൈറ്റ് കിട്ടുന്ന അത്രയും ടൈറ്റിൽ ഫിക്സ് ചെയ്യണം. അപ്പോഴാണ് സൈക്കിൾ ഇരിക്കുമ്പോൾ അത് ലൂസ് ആവാണ്ടിരിക്കുന്നത്. അതായത് മുകളിൽ നിന്നുള്ളതും താഴെ നിന്നുള്ളതും 2 സൈഡിലേക്കുള്ളതെല്ലാം അത്രയും ആ പെർഫെക്ഷനിൽ ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ നോക്കണം. നമ്മൾ ഈ സൈഡാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ബൂട്ട് ഡോറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വെച്ചു, ഫിക്സായി. ജസ്റ്റ് വലിച്ച് തന്നെ അത് ടൈറ്റ് ആവും. പണ്ട് നമ്മൾ സ്കൂൾ ബാഗ് യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്കും ലൂസ് ചെയ്യും ടൈറ്റ് ചെയ്യുകയും ചെയ്യില്ല. അതേ സെറ്റപ്പ് തന്നെ ഉള്ളൂ. ഇതും നല്ല സ്ട്രിങ് ടൈറ്റായി, ഇതും സ്ട്രിങ് ടൈറ്റായി. ഇനി നമുക്ക് 2 സൈഡിലേക്ക്, ഈ 2 സൈഡിലേക്കുള്ള ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ്സ് നമുക്ക് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഒരിക്കലും നമ്മൾ എത്ര കട്ട് ചെയ്താലും ഈ 2 ബെൽറ്റുകൾ ഈ സൈക്കിളിൻ്റെ അലൈൻമെൻറ്റ് പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്യും. അതായത് ഒരിക്കലും ഈ സ്റ്റാൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങില്ല. ഇത് മുകളിലേക്കും താഴത്തേക്കുള്ള ആക്സിസിൽ ഇപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള ആക്സിസിൽ ഇത് ഫിക്സ് ആണ്, ഹൊറിസോണ്ടലായിട്ടുള്ള ആക്സിസിലും കൂടി നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പോൾ അതായത് 4 സൈഡിൽ നിന്നുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ പാടില്ല. കാരണം ഗ്ലാസ് പറഞ്ഞു വരും, അത്ര സ്ട്രോങ് അല്ല. ഗ്ലാസിൻ്റെ എഡ്ജ് പൊട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മെറ്റൽ പോർഷനിലാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഈ സൈഡിൽ നിന്ന് മാക്സിമം വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് വരും എന്ന് തോന്നുമെങ്കിലും നമ്മൾ ആ സൈഡിൽ നിന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ അത് ഫിക്സ് ആവും. നമുക്ക് ഇനി ചെയ്യേണ്ടത് ഈ സൈഡ്. ഇപ്പോൾ രണ്ടും സ്ട്രിങ് ടൈറ്റായി. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഇതിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. ശരിക്കും പോളോയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ബാക്ക് വ്യൂവിൽ, അതായത് മുമ്പ് നമ്മൾ കണ്ട പോളോൻ്റെ ബാക്ക് വ്യൂവിൽ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ശരിക്കും ഇത് വെച്ചിട്ട് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴല്ലോ ശരിക്കും നമ്മുടെ കാറ് വളരെ ബാക്ക് വളരെ ചെറുതാണെന്നുണ്ടെങ്കിലും ശരിക്കും ഇത് വെച്ച് കഴിയുമ്പോൾ കാണുന്നവർക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യും.
ശരിക്കും ഈ ഒരു സംഭവം ഞങ്ങൾ ഒരുപാട് ലൈറ്റ് കാര്യങ്ങൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ വണ്ടിയിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് കുറേ ഒരാൾ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, വളരെ മോശമായിട്ടുള്ള കമൻറ്റ്സ് വരാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ പണ്ട് സൈക്കിൾ യൂസ് ചെയ്ത് സൈക്കിളിൻ്റെ ബാക്കിൽ LED ബൾബ്, ചെറിയൊരു LED ബൾബൊക്കെ ഫിറ്റ് ചെയ്തിട്ട് മിന്നിച്ചിൻ്റെ കണക്കല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ ഉള്ള ചെറിയൊരു ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. ശരിക്കും ഇതൊക്കെ നല്ല അട്രാക്റ്റീവാണ്, കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് സൈക്കിള് എങ്ങനെ ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിൻ്റെ സേഫ്റ്റി, അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിള്. സൈക്കിൾ ഫിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക് ഭാഗം, അതായത് ബാക്ക് സൈഡ് നമ്മുടെ ഡ്രൈവർ സൈഡ് വരുന്ന പോലെ അലൈൻ ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഈ സൈഡിലുള്ളത് സൈക്കിൾ കാറിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഈ ബാക്ക് സൈഡ് എപ്പോഴും കുറച്ച് നീങ്ങി നിൽക്കും. കാരണം നമുക്ക് ഇതിൻ്റെ കൺട്രോൾ നമുക്ക് ലെഫ്റ്റ് സൈഡും നമ്മുടെ റൈറ്റ് സൈഡും നമുക്ക് ഡ്രൈവർ മിററിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് ഈ ഭാഗം പെർഫെക്റ്റ്ലി ഇത് കാറിൻ്റെ ബോഡിക്ക് ഉള്ളിൽ നിൽക്കും, പക്ഷേ ഈ ബാക്ക് ടയർ മാത്രം കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ റൈറ്റ് സൈഡ് റിയർ മിററിൽ നമുക്ക് കറക്റ്റായിട്ട് ബാക്ക് അലൈൻ ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ ഇത് വെച്ച് ഓടിക്കുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ഓവർ ട്രാഫിക്കുള്ള ഏരിയയിൽ കട്ട് ചെയ്ത് പോകാണ്ടിരിക്കുക. കാരണം ഈ ഒരു പോർഷൻ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരോ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല അവരുടെ മേത്ത് തട്ടാനോ വേറെ വണ്ടികളുടെ മിററിൽ അടിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം ചെറുതായിട്ട് നമ്മളൊന്ന് കെയർ ചെയ്ത് ഡ്രൈവ് ചെയ്യണം. ജസ്റ്റ് ഇനി ഇത് പൊക്കി ഇതിൻ്റെ മുകളിലേക്ക് വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാനിത് കറക്റ്റ് ഈ മൂന്ന് ഹോൾഡർ ഉണ്ട്. ഈ സെൻറ്റർ ഹോൾഡറിലാണ് വയ്ക്കുന്നത്. കാരണം എന്തെങ്കിലും കാരണവശാൽ സൈക്കിളിൻ്റെ ഈ കെട്ട് കഴിഞ്ഞ് ചാടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഏതെങ്കിലും ഹോൾഡറിൽ ഇത് ഹാങ് ആവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കെട്ട് ജസ്റ്റ് അഴിക്കുക. അതൊരു ടാഗും ഉണ്ട്, നമുക്ക് എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ടാഗും ഉണ്ട്. നമ്മൾ ടാഗ് റിമൂവ് ചെയ്യുക. നമ്മൾ സൈക്കിള് ഹാങ് ചെയ്തു. നമ്മൾ ഈ ടാഗ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടാഗ് ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഗട്ടറൊക്കെ എടുത്ത് ചാടുമ്പോൾ ശരിക്കും ഇത് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ടാഗ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഡബിൾ ടാഗാണ് ചെയ്യുന്നത്. ബാക്ക് പോർഷൻ 2 ഹോൾഡറിലായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുക, കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് ടയർ ഈ ഒരു ഹാൻഡിലുള്ളതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ടയർ മാത്രം ഈ ഒരു പോസ്റ്റിൽ നമ്മൾ നന്നായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കും. കാരണം ഇത് അല്ലെങ്കിൽ ഫ്രണ്ട് ടയർ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ശരിക്കും ബോഡിയിൽ ഒരു കാരണവശാലും ഇത് മുട്ടൊന്നുമില്ല. എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് ടയർ ഒന്ന് കറക്റ്റായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കും. അപ്പോൾ സൈക്കിൾ ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. സൈക്കിൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ കാറിൻ്റെ ബോഡിയെ ഒരിക്കലും ഒരു കാരണവശാലും കാറിൻ്റെ ബോഡിയിൽ ഈ സൈക്കിൾ ടച്ച് ചെയ്യില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട് ടയർ മാത്രമാണ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇവിടെ കെട്ടി വെച്ചിട്ടുള്ളൂ. കാരണം ഈ ഒരു ഹാൻഡിലിൻ്റെ ഒരു ഷേക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും സൈക്കിൾ പെർഫെക്റ്റ്ലി സ്റ്റാൻഡിൽ മാത്രം നിൽക്കുന്നത്, ഒരിക്കലും നമ്മുടെ കാറിൻ്റെ ബോഡിയിലേക്ക് എവിടെയും ടച്ച് ചെയ്യില്ല. മാത്രമല്ല ഈ വീല് നമുക്ക് സിമ്പിളി നമുക്ക് ഈ വീല് അഴിച്ചു വയ്ക്കാൻ പറ്റും. അഴിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഫ്രണ്ട് വീലും ബാക്ക് വീലും നമ്മൾ അഴിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ബോഡിക്ക് ഉള്ളിൽ നിൽക്കുകയും ചെയ്യും. പക്ഷേ പോളോയിൽ കാറ് കുറച്ച് ചെറുതായതുകൊണ്ട് ഈ ഒരു സൈഡ് നമ്മൾ ഓൾമോസ്റ്റ് കറക്റ്റാണ്. കാരണം റിയർ വ്യൂ മിററിൻ്റെ ഉള്ളിലാണ് ഈ ഫ്രണ്ട് ടയർ നിൽക്കുന്നത്. ബാക്ക് ടയർ മാത്രം കുറച്ച് റിയർ വ്യൂ മിററിൻ്റെ ആ റേഞ്ചിൻ്റെ ഒരല്പം പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഫ്രണ്ട് പാസ്സായി പോകുന്ന ആ ഒരു ഗ്യാപ്പ് ബാക്ക് പെർഫെക്റ്റായിട്ട് പാസ്സായി പോകും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.